അങ്ങനെ ഇസ്രായേൽ ജനം യോർദാനക്കരെ മോവാബിലെത്തി. സിപ്പോന്റെ മകനായ ബാലാക്കായിരുന്നു അന്ന് മോവാബ് ഭരിച്ചിരുന്നത്. ഇസ്രായേൽ ജനത്തിന്റെ വരവറിഞ്ഞ മോവാബ് ദേശം ഭയന്നു വിറച്ചു. ബാലാക്ക് മിദ്യാൻ ദേശത്തെ മൂപ്പന്മാരെയും വിളിച്ചുകൂട്ടി. ഈ ജനം കാള വയലിലെ പുല്ല് നക്കിക്കളയുന്നത് പോലെ നമ്മളെ എല്ലാവരെയും നക്കിക്കളയുമെന്ന് പറഞ്ഞ് പരിഭ്രമിക്കുകയാണ്. ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ജനമാണ് ഇസ്രായേൽ ജനമെന്ന് ബാലാക്കിന് അറിയാം. അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് ഇസ്രായേൽ ജനത്തെ പരാജയപ്പെടുത്തുവാൻ പറ്റില്ല. അതുമാത്രവുമല്ല, അമോര്യരോട് ഇസ്രായേൽ ചെയ്തതെല്ലാം ബാലാക്ക് അറിഞ്ഞിട്ടുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജനത്തിന്റെ വലിപ്പം കണ്ട മോവാബ് നന്നെ ഭയപ്പെട്ടു. ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ജനമായതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ പരാജയപ്പെടുത്തണമെങ്കിൽ അവരെ ശപിക്കുകയോ അവർക്ക് നേരെ കൂടോത്രം ചെയ്യുകയോ ചെയ്യണമെന്ന് മനസ്സിലാക്കിയ ബാലാക്ക് മെസൊപ്പൊട്ടേമിയയിലെ പെതോരിൽ താമസിച്ചിരുന്ന ബിലയാമിനെ വിളിപ്പാൻ ദൂതന്മാരെ അയക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ബെയോരിന്റെ മകനായ ബിലയാം ഒരു പ്രശ്നം വയ്പ്പുകാരനായിരുന്നു. പ്രശ്നം വെച്ച് നോക്കുക, ശൂദ്രം ചെയ്യുക, ശപിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി. എന്നാൽ സത്യദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമുണ്ടായിരുന്ന ബിലയാം തന്റെ കഴിവുകൾ ദൈവത്തിൽ നിന്നും കിട്ടിയതാണ് എന്ന് വിശ്വസിച്ചിരുന്നു. ബിലയാം ആരെയെങ്കിലും ശപിക്കുകയാണെങ്കിൽ അവർ ശപിക്കപ്പെടുകയും ആരെയെങ്കിലും അനുഗ്രഹിക്കുകയാണെങ്കിൽ അവർ അനുഗ്രഹിക്കപ്പെടുമെന്നും ബാലാക്കിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ മോവാബ്യ മൂപ്പന്മാരും മിദ്യാന്യ മൂപ്പന്മാരും കൂട്ടുചേർന്ന് പ്രശ്നദക്ഷിണകളുമായാണ് ബിലയാമിന്റെ അടുക്കൽ എത്തുന്നത്. നീ വന്ന് എനിക്ക് വേണ്ടി ഈ ജനത്തെ ശപിക്കണമെന്ന് ബാലാക്ക് അറിയിച്ചിരിക്കുന്നു എന്ന് ബിലയാമിനോട് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ബിലയാമിന് തന്റെ അടുക്കൽ വന്ന മൂപ്പന്മാരെ അത്ര പിടിച്ചില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നിവിടെ തങ്ങുവാനും ദൈവം എന്താണോ എന്നോട് പറയുന്നത് അതുപോലെ ഞാൻ നിങ്ങളോട് പറയാമെന്നുമാണ് ബിലയാം പറയുന്നത്. രാത്രി ദൈവം ബിലയാമിന്റെ അടുക്കൽ വന്നു. നിന്നോടൊപ്പമുള്ള ഈ മനുഷ്യർ ആരാണെന്ന് ചോദിച്ചപ്പോൾ, മിസ്രൈമിൽ നിന്നും വന്ന ജനം ഭൂതലത്തെ മൂടിയിരിക്കുന്നു എന്നും നീ വന്ന് അവരെ ശപിച്ചാൽ എനിക്ക് അവരോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ച് ഓടിച്ചു കളയുവാൻ പറ്റുമെന്നും പറഞ്ഞ് മോവാബ് രാജാവായ സിപ്പോരിന്റെ മകൻ ബാലാക്ക് അയച്ച ആൾക്കാരാണ് എന്നാണ് ബിലയാം ദൈവത്തോട് പറയുന്നത്. അവിടെ ബിലയാമിനെ ദൈവം തടയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നീ അവരോടൊപ്പം പോകരുത് എന്നും ആ ജനത്തെ ശപിക്കുകയും ചെയ്യരുത് എന്ന് ദൈവം കൽപ്പിക്കുന്നുണ്ട്. അവർ അനുഗ്രഹിക്കപ്പെട്ട ജനമാണ്, അവർ എന്റെ ജനമാണ് എന്നാണ് കർത്താവായ യഹോവ ബിലയാമിനോട് പറയുന്നത്. ബിലയാം ദൈവത്തിന്റെ കൽപ്പന പ്രകാരം തന്നെ അടുത്ത ദിവസം രാവിലെ ബാലാക്കിന്റെ മൂപ്പന്മാരെ മടക്കി അയക്കുന്നതായാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ബാലാക്ക് ബിലയാമിനെ വിടുവാൻ തയ്യാറല്ല. ബിലയാം വന്ന് ഈ ജനത്തെ ശപിച്ചില്ല എങ്കിൽ താനും തന്റെ ജനങ്ങളും പിന്നെ ഉണ്ടാകില്ല എന്ന് ബാലാക്കിന് അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം പ്രഭുക്കന്മാരെയാണ് ബാലാക്ക് ബിലയാമിന്റെ അടുക്കലേക്ക് അയക്കുന്നത്. നിരവധി സമ്മാനങ്ങൾ കൊടുത്തുവിടുക മാത്രമല്ല, ബിലയാം എന്ത് ചോദിച്ചാലും അത് ചെയ്യാം എന്ന് ബാലാക്ക് പ്രഭുക്കന്മാരോട് പറഞ്ഞു വിടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ബാലാക്ക് തന്റെ ഗ്രഹം നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും എന്റെ ദൈവമായ യഹോവയുടെ കൽപ്പന പ്രകാരമേ ഞാൻ ചെയ്യുകയുള്ളൂ എന്നും അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങളും ഇവിടെ പാർപ്പിനെന്നാണ് ബിലയാം പ്രഭുക്കന്മാരോട് പറയുന്നത്. യഹോവ എന്നോട് എന്താണ് പറയുന്നത് അതുപോലെ ഞാൻ ചെയ്യുമെന്നാണ് ബിലയാം പറയുന്നത്. എന്നാൽ നാം ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ദൈവം ഒരു പ്രാവശ്യം ബിലയാമിനോട് പോകരുത് എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ പ്രഭുക്കന്മാർ വന്നാലും രാജാവ് വന്നാലും വീണ്ടും ദൈവഹിതം എന്താണ് എന്ന് അറിയിക്കുവാൻ നിങ്ങൾ ഇവിടെ പാർപ്പിനെന്ന് പറയേണ്ട കാര്യമില്ല. എന്നാൽ ഇവിടെ ബാലാക്ക് നൽകാമെന്ന് പറഞ്ഞ ബഹുമാനത്തിലും പൊന്നിലും വെള്ളിയിലും ബിലയാം മയങ്ങിപ്പോയി എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ ഹൃദയങ്ങളും നന്നായി അറിയാവുന്ന ദൈവം രാത്രി ബിലയാമിന്റെ അടുക്കൽ വന്ന് ഈ പുരുഷന്മാർ നിന്നെ വിളിപ്പാൻ വന്നതാണെങ്കിൽ അവരോടുകൂടെ പോക എന്നും ഞാൻ കൽപ്പിക്കുന്നത് മാത്രമേ നീ ചെയ്യാവൂ എന്നും പറയുകയാണ്. ബാലാക്കിന്റെ സ്വത്തിൽ ബിലയാം മയങ്ങിയെന്ന് ദൈവത്തിന് മനസ്സിലായി. അതുകൊണ്ടാണ് വീണ്ടും തന്നോട് അനുവാദം ചോദിച്ചിരിക്കുന്നത്. ഒരിക്കൽ തന്റെ ജനത്തിന്റെ അടുത്തേക്ക് പോകരുത് എന്നും അവരെ ശപിക്കരുത്, അവർ അനുഗ്രഹിക്കപ്പെട്ട ജനമാണ് എന്നും ബിലയാമിനോട് ദൈവം പറഞ്ഞതാണ്. എന്നാൽ ബാലാക്ക് വാഗ്ദാനം ചെയ്ത സമ്പത്തിൽ മയങ്ങിപ്പോയ ബിലയാം ചിലപ്പോൾ ഞാൻ അങ്ങയുടെ വാക്ക് ധിക്കരിച്ച് അങ്ങയുടെ ജനങ്ങൾക്കടുത്ത് പോകില്ല എന്ന് പറയുമെന്ന് ദൈവം കരുതി കാണണം. എന്നാൽ ബിലയാം ചെയ്യുന്നത് അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് മോവാബ്യ പ്രഭുക്കന്മാരോട് കൂടെ പോകുന്നതായാണ്. തന്റെ കൽപ്പനയെ അനുസരിക്കാതെ ബാലാക്ക് വാഗ്ദാനം ചെയ്ത സമ്പത്ത് മോഹിച്ച് പുറപ്പെടുന്ന ബിലയാമിനെ കണ്ട ദൈവം കോപിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. വഴിയിൽ വെച്ച് യഹോവയുടെ ദൂതൻ ബിലയാമിനെ തടയുന്നതായി കാണാം. എന്നാൽ തനിക്ക് ലഭിക്കുവാൻ പോകുന്ന സമ്പത്തിനെ കുറിച്ച് സ്വപ്നം കണ്ട് കണ്ണ് മഞ്ഞളിച്ചിരുന്ന ബിലയാമിന് ദൈവത്തിന്റെ ദൂതനെ കാണുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ബിലയാമിന്റെ കഴുത വാൾ ഊരിപ്പിടിച്ച് കോപിഷ്ഠനായി നിൽക്കുന്ന ദൂതനെ കണ്ടു. തന്റെ യജമാനനെ കൊല്ലുവാനാണ് ദൂതൻ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയ കഴുത വഴിയിൽ നിന്നും മാറി വയലിലേക്ക് ഓടിപ്പോകുന്നതായാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൂതനെ കണ്ടാണ് കഴുത വഴിമാറിയത് എന്ന് മനസ്സിലാക്കാത്ത ബിലയാം കഴുതയെ അടിച്ച് വഴിയിലേക്ക് കയറ്റുവാൻ ശ്രമിക്കുന്നുണ്ട്. വീണ്ടും കഴുത മുന്നോട്ട് നടന്നു. ഇവിടെ ദൂതൻ ഇരുവശവും മതിലുള്ള മുന്തിരിത്തോട്ടത്തിന്റെ ഇടുങ്ങിയ വഴിയിലാണ് നിൽക്കുന്നത്. യഹോവയുടെ ദൂതനെ കണ്ട കഴുത വീണ്ടും തന്റെ യജമാനനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി മതിലിനരികിലേക്ക് ഒതുങ്ങിയെങ്കിലും ബിലയാമിന്റെ കാൽ മതിലിനോട് ചേർന്ന് ഞെങ്ങുകയാണ് ചെയ്യുന്നത്.
കാൽ വേദനിച്ച ബിലയാം കഴുതയെ വീണ്ടും അടിക്കുന്നതായി കാണാം. വീണ്ടും യഹോവയുടെ ദൂതൻ മുന്നോട്ട് ചെന്ന് ഇടത്തോട്ടും വലത്തോട്ടും തിരിയുവാൻ പറ്റാത്ത ഒരു ഇടുക്കിൽ നിന്നു. മുന്നോട്ട് പോകുവാനോ പിന്നോട്ട് പോകുവാനോ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ കഴുത നിലത്ത് കിടന്നു കളയുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ട ബിലയാം കോപം കൊണ്ട് വീണ്ടും കഴുതയെ അടിക്കുകയാണ്. പെട്ടെന്ന് തന്നെ യഹോവ കഴുതയുടെ വായ് തുറന്നു. കഴുത ബിലയാമിനോട് സംസാരിക്കുന്നതായി കാണാം. ഈ 3 പ്രാവശ്യം എന്നെ അടിക്കുവാൻ മാത്രം എന്ത് തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തത് എന്നാണ് കഴുത ചോദിക്കുന്നത്. നീ എന്നെ കളിയാക്കിയത് കൊണ്ടാണ് ഞാൻ നിന്നെ തല്ലിയത് എന്ന് പറയുന്ന ബിലയാമിനോട് ഇത്രനാൾ നീ എന്റെ പുറത്തല്ലയോ കയറി നടന്നത്? ഇതുവരെയും ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നാണ് കഴുത തിരിച്ചു ചോദിക്കുന്നത്. അവിടെ വെച്ച് യഹോവ ബിലയാമിന്റെ കണ്ണു തുറക്കുകയും യഹോവയുടെ ദൂതൻ വാൾ ഉരുപ്പിടിച്ച് നിൽക്കുന്നതും ബിലയാം കാണുന്നതായി നമുക്ക് പഠിക്കുവാൻ സാധിക്കും. ദൂതനെ കണ്ട ബിലയാം ദൂതന്റെ കാലിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുകയാണ്. നിന്റെ വഴി നാശകരമാണ്. നീ 3 പ്രാവശ്യം കഴുതയെ അടിക്കുകയും ചെയ്തു. എന്നാൽ കഴുത ഈ 3 പ്രാവശ്യവും എന്നെ കണ്ട് വഴി മാറിയില്ലായിരുന്നു എങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയുമായിരുന്നു എന്നാണ് ദൂതൻ ബിലയാമിനോട് പറയുന്നത്. അപ്പോഴാണ് താൻ യഹോവയോട് പാപമാണ് ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് ബിലയാമിന് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ താൻ പോകുന്നത് യഹോവയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ ഞാൻ മടങ്ങിപ്പോയിക്കൊള്ളാം എന്നാണ് ബിലയാം ദൂതനോട് പറയുന്നത്. എന്നാൽ നീ ഇവരോടൊപ്പം പോവുകയും ഞാൻ പറയുന്നത് മാത്രം നീ പറയാവൂ എന്ന് പറഞ്ഞ് ദൂതൻ ബിലയാമിനെ അവരോടൊപ്പം അയക്കുകയാണ്. ബിലയാമിന്റെ ഹൃദയം ദൈവത്തിന് അറിയാമായിരുന്നു. തന്റെ ജനത്തെ ശപിക്കരുത് എന്ന് ബിലയാമിനോട് ദൈവം പറഞ്ഞിരുന്നു എങ്കിലും ബാലാക്കിന്റെ സമ്പത്തിൽ മയങ്ങി പുറപ്പെട്ട ബിലയാം തന്റെ ജനത്തിന് ദോഷം വരുത്തുമെന്ന് യഹോവയ്ക്ക് മനസ്സിലായത് കൊണ്ടാണ് വഴിയിൽ വെച്ച് ബിലയാമിനെ ദൈവം തടയുകയും ഞാൻ കൽപ്പിക്കുന്നതല്ലാതെ വേറൊന്നും പറയരുത് എന്ന് താക്കീത് കൊടുക്കുകയും ചെയ്യുന്നത്. ബിലയാം വരുന്നു എന്നറിഞ്ഞ ബാലാക്ക് വളരെ ആർഭാടത്തോടു കൂടി തന്നെയാണ് ബിലയാമിനെ സ്വീകരിച്ചത്. ബിലയാം ബാലാക്കിനോട് എനിക്ക് 7 യാഗപീഠം പണിതു തരണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ബാലാക്കും ബിലയാമും ഓരോ യാഗപീഠത്തിലും ഓരോ കാളയെയും ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചു. അത് കഴിഞ്ഞ് യഹോവ എന്നോട് അറിയിക്കുന്നത് മാത്രമേ ഞാൻ പറയുകയുള്ളൂ എന്ന് പറഞ്ഞ് ബിലയാം ഒരു കുന്നിൻ മുകളിൽ കയറുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ യഹോവ ബിലയാമിന് പ്രത്യക്ഷപ്പെടുകയും യഹോവ ബിലയാമിനോട് പറഞ്ഞ കാര്യങ്ങൾ മടങ്ങി വന്ന് ബാലാക്കിനോട് പറയുന്നത് വിശുദ്ധ വേദഭാഗം സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. എന്നാറെ യഹോവ ഒരു വചനം ബിലയാമിന്റെ നാവിന്മേൽ ആക്കിക്കൊടുത്തു. നീ ബാലാക്കിന്റെ അടുക്കൽ മടങ്ങിച്ചെന്ന് ഇപ്രകാരം പറയണം എന്ന് കൽപ്പിച്ചു. അവൻ അവന്റെ അടുക്കൽ മടങ്ങിച്ചെന്നു. അവനും മോവാബ്യ പ്രഭുക്കന്മാർ എല്ലാവരും ഹോമയാഗത്തിന്റെ അടുക്കൽ നിന്നിരുന്നു. അപ്പോൾ അവൻ സുഭാഷിതം ചൊല്ലിത്തുടങ്ങിയത്: ബാലാക്ക് എന്നെ അരാമിൽ നിന്നും മോവാബ് രാജാവ് പൂർവ്വ പർവ്വതങ്ങളിൽ നിന്നും വരുത്തി. ചെന്ന് യാക്കോബിനെ ശപിക്ക, ചെന്ന് ഇസ്രായേലിനെ പ്രാകുക എന്ന് പറഞ്ഞു. ദൈവം ശപിക്കാത്തവനെ ഞാൻ അങ്ങനെ ശപിക്കും, യഹോവ പ്രാകാത്തവനെ ഞാൻ അങ്ങനെ പ്രാകും. ശിലാഗ്രങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. യാക്കോബിന്റെ ധൂളിയെ ആർക്ക് എണ്ണാം? ഇസ്രായേലിന്റെ കാലാംശത്തെ ആർക്ക് ഗണിക്കാം? ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ, എന്റെ അവസാനം അവന്റേതുപോലെ ആകട്ടെ. ഇവിടെ ബിലയാം ഇസ്രായേൽ ജനത്തിനെ അനുഗ്രഹിക്കുന്നത് കണ്ട ബാലാക്ക് ശുഭിതനായി, നീ ഈ ചെയ്യുന്നത് എന്താണ്? അവരെ അനുഗ്രഹിക്കാനല്ല ശപിക്കാനാണ് നിന്നെ വരുത്തിയത് എന്ന് പറഞ്ഞ് പിസ്ഗ കൊടുമുടിയിൽ സോഫീം എന്ന മുകൾ പരപ്പിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് അവരെ ശപിക്കണം എന്ന് പറഞ്ഞ് അവിടെയും 7 യാഗപീഠം പണിത് ആട്ടുകൊറ്റനെയും കാളയെയും യാഗം കഴിക്കുകയാണ്. എന്നാൽ അവിടെയും യഹോവ ബിലയാമിന് പ്രത്യക്ഷനായി ഒരു വചനം നാവിൽ വെച്ച് കൊടുക്കുന്നത് വിശുദ്ധ സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 16 മുതൽ 24 വരെ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യഹോവ ബിലയാമിന് പ്രത്യക്ഷനായി അവന്റെ നാവിന്മേൽ ഒരു വചനം കൊടുത്തു. ബാലാക്കിന്റെ അടുക്കൽ മടങ്ങിച്ചെന്ന് ഇപ്രകാരം പറക എന്ന് കൽപ്പിച്ചു. അവൻ അവന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ മോവാബ്യ പ്രഭുക്കന്മാരോടുകൂടെ തന്റെ ഹോമയാഗത്തിന്റെ അടുക്കൽ നിന്നിരുന്നു. അപ്പോൾ ബാലാക്ക് അവനോട് യഹോവ എന്ത് അരുളി ചെയ്തു എന്ന് ചോദിച്ചു. അവൻ സുഭാഷിതം ചൊല്ലിത്തുടങ്ങിയത്: ബാലാക്കെ, എഴുന്നേറ്റ് കേൾക്ക, സിപ്പോരിന്റെ പുത്ര, എനിക്ക് ചെവി തരിക. വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല, അനുതപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു, അവൻ അനുഗ്രഹിച്ചുമിരിക്കുന്നു. എനിക്ക് അത് മറിച്ചുകൂടാ. യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനുമില്ല. അവന്റെ ദൈവമായ യഹോവ അവനോടുകൂടെ ഇരിക്കുന്നു. രാജകോലാഹലം അവരുടെ മധ്യേ ഉണ്ട്. ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നു. കാട്ടുപോത്തിന് തുല്യമായ ബലം അവന് ഉണ്ട്. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയുമില്ല. ഇപ്പോൾ യാക്കോബിനെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചും ദൈവം എന്തെല്ലാം
എന്തെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു എന്നേ പറയാവൂ. ഇതാ ജനം സിംഹിയെ പോലെ എഴുന്നേൽക്കുന്നു, ബാലസിംഹത്തെ പോലെ തെളിഞ്ഞു നിൽക്കുന്നു. അവൻ ഇര പിടിച്ച് തിന്നാതെയും നിഹിതന്മാരുടെ രക്തം കുടിക്കാതെയും കിടക്കയില്ല. എന്നാൽ അവിടെയും ബിലെയാം ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കുന്നത് കണ്ട ബാലാക്ക് ബിലെയാമിനെ മരുഭൂമിക്കെതിരെയുള്ള പെയോർ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോകുന്നതായി കാണുവാൻ സാധിക്കും. യഹോവ കൽപ്പിക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞ ബിലെയാമിനോട് ഇവിടെ വച്ച് അവരെ ശപിപ്പാൻ ദൈവത്തിന് സമ്മതമായിരിക്കും എന്നാണ് ബാലാക്ക് പറയുന്നത്. അങ്ങനെ അവിടെയും 7 യാഗപീഠം പണിയുകയും 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും യഹോവയ്ക്ക് യാഗം കഴിക്കുകയുമാണ് ചെയ്യുന്നത്. ആ മലയുടെ മുകളിൽ നിന്ന് ബിലെയാമിന് ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടമെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ലക്ഷണം നോക്കുവാൻ പോകാതെ ബിലെയാം തല ഉയർത്തി മരുഭൂമിയിലേക്കാണ് നോക്കിയത്. അവിടെ ഗോത്രം ഗോത്രമായി ഇസ്രായേൽ ജനം പാർക്കുന്നത് ബിലെയാം കണ്ടു. ദൈവത്തിന്റെ ആത്മാവ് ബിലെയാമിൽ വരികയും ബിലെയാം ഇസ്രായേൽ ജനത്തെ വീണ്ടും അനുഗ്രഹിക്കുന്നത് വിശുദ്ധ സംഖ്യാപുസ്തകത്തിന്റെ 24-ാം അധ്യായത്തിൽ 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവൻ സുഭാഷിതം ചൊല്ലിത്തുടങ്ങിയത് ബെയോരിന്റെ മകനായ ബിലെയാം പറയുന്നു. കണ്ണടച്ചിരിക്കുന്ന പുരുഷൻ പറയുന്നു, ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുന്നവൻ, സർവശക്തന്റെ ദർശനം ദർശിക്കുന്നവൻ, വീഴുമ്പോൾ കണ്ണ് തുറന്നിരിക്കുന്നവൻ പറയുന്നത്, യാക്കോബേ നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലെ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. താഴ്വര പോലെ അവ പരന്നിരിക്കുന്നു, നദീതീരത്തെ ഉദ്യാനങ്ങൾ പോലെ, യഹോവ നട്ടിരിക്കുന്ന ചന്ദനവൃക്ഷങ്ങൾ പോലെ, ജലാന്തകയുള്ള ദേവദാരുക്കൾ പോലെ തന്നെ. അവന്റെ തൊട്ടികളിൽ നിന്നും വെള്ളം ഒഴുകുന്നു, അവന്റെ വിത്തിന് വെള്ളം ധാരാളം. അവന്റെ അരജൻ അഗാകിലും ശ്രേഷ്ഠൻ, അവന്റെ രാജത്വം ഉന്നതം തന്നെ. ദൈവം അവനെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നു, കാട്ടുപോത്തിനു തുല്യമായ ബലം അവനുണ്ട്. ശത്രുജാതികളെ അവൻ തിന്നുകളയുന്നു, അവരുടെ അസ്ഥികളെ അവൻ തകർക്കുന്നു, അസ്ത്രം എയ്ത് അവരെ തുളയ്ക്കുന്നു. അവൻ സിംഹം പോലെ പതുങ്ങിക്കിടക്കുന്നു, ഒരു സിംഹി കണക്ക് തന്നെ. ആർ അവനെ ഉണർത്തും? നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഇവിടെ 3 പ്രാവശ്യമാണ് ബിലെയാം ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കുന്നത്. ശപിക്കുവാൻ കൊണ്ടുവന്ന ആൾ അവരെ അനുഗ്രഹിക്കുന്നത് കണ്ട ബാലാക്കിന് കോപം അടക്കുവാൻ കഴിഞ്ഞില്ല. നിന്നെ ബഹുമാനിക്കണമെന്ന് വിചാരിച്ച എന്നോട് നീ ചെയ്ത ഈ ചതിക്ക് നീ നിന്റെ ദേശത്തേക്ക് തന്നെ ഓടിപ്പോയിക്കൊള്ളുക എന്നാണ് ബാലാക്ക് കോപത്തോടെ ബിലെയാമിനോട് പറയുന്നത്. ഒത്തിരി സമ്പത്തും സ്ഥാനമാനങ്ങളും മോഹിച്ച് ദൈവത്തിന്റെ ജനത്തെ ശപിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ട ആളാണ് ബിലെയാം. എന്നാൽ ആ ബിലെയാമിന്റെ നാവിൽ നിന്ന് തന്നെ തന്റെ ജനത്തെ അനുഗ്രഹിപ്പിച്ച ദൈവമാണ് നമ്മുടെ കർത്താവ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ജനമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മെ ശപിക്കുവാൻ ആരുടെയെങ്കിലും നാവ് പൊങ്ങിയാൽ ആ നാവിൽ നിന്ന് തന്നെ അനുഗ്രഹം പുറപ്പെടുവിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ബാക്കി ഭാഗം നമുക്ക് അടുത്ത അധ്യായത്തിൽ പഠിക്കാം. എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.